ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അതായത് ഇനി അവരുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണ്, ഇനി അവർ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ആക്ഷൻസ് എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, മടങ്ങി വരാനായിട്ട് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്, സ്കിപ്പ് ചെയ്ത് പോവുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ ഓവറോൾ എനർജിയിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം, ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം, യാതൊരുവിധ കമ്മ്യൂണിക്കേഷൻ ഈ ഒരു സമയത്ത് ഉണ്ടാവില്ല. എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കാര്യമായി പിരിഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ കഴിയാത്തതിന് കാരണം അതാണ്. അത്രത്തോളം ഒരു അട്രാക്റ്റഡ് ആണ്. അതാണ് നിങ്ങളുടെ ഒരു കെമിസ്ട്രി എന്ന് നമുക്കിവിടെ മനസ്സിലാക്കി തരുന്നത് അതാണ്. അപ്പോൾ ചിലരൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയായിരിക്കാം എന്തുകൊണ്ട് ഈ ഒരു പേഴ്സണെ എനിക്ക് മറക്കാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ് ഇതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാനായിട്ട് സാധിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ളത് അത്രത്തോളം ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ ആണ് എന്നാണ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളുടേത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു സമയം കൂടിയാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങൾ ഈ സ്പ്രെഡ് എടുക്കുമ്പോൾ ആരെയാണോ അല്ലെ ആർക്കൊക്കെയാണോ ഇത് കൂടുതലായിട്ട് റെസിനേറ്റ് ആകുന്നത് ആ വ്യക്തികളെ ഉദ്ദേശിച്ചാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് വന്നിരിക്കുന്നത് തന്നെ. അത് നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് എന്ന് ഈ ഒരു സ്പ്രെഡിലൂടെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു സ്നേഹം കിട്ടാനാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടേക്ക് സ്നേഹം കൊടുക്കാനാണെങ്കിലും നമ്മളുടെ മനസ്സും ശരീരവും അതിന് ഒരു പ്രാപ്തമായിട്ടിരിക്കണം. ഒരു ട്രൂ ലവ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. വെറുതെ ഒരു ഫ്ലർട്ടിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഒന്ന് പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ല ഈ ഒരു റിലേഷൻഷിപ്പ്. ഒരു ട്രൂ ലവ് എന്ന് പറയുമ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഇതിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു മാനിഫെസ്റ്റേഷൻ എന്നുള്ള ഒരു രീതിയിൽ കൂടിയോടെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ പേഴ്സണെ നമ്മൾ ആഗ്രഹിക്കണം. അവരെ താല്പര്യമല്ല, അല്ലെങ്കിൽ അവരെ ഞാൻ വെറുക്കുന്നു, അല്ലെങ്കിൽ അവരോട് എനിക്ക് ഇഷ്ടമില്ല, അങ്ങനെ അവരോട് സ്നേഹമില്ല, എൻ്റെ കൂടെ വേണ്ട, അല്ലെങ്കിൽ അവരെ ശപിക്കുക, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്കുള്ള ഒരു വീഡിയോ അല്ല. കാരണം പല വീഡിയോസിലും പലരും കമൻറ്റ് വഴിയൊക്കെ അറിയിക്കുന്നത് നമുക്ക് തീരെ താല്പര്യമില്ല, അവർ പൊക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ ഒരുപാട് പോസിറ്റിവിറ്റിയോടുകൂടി കാത്തിരിക്കുന്നവരും ഉണ്ടാകാം. അപ്പം അങ്ങേയറ്റം വെറുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല ഇതെന്ന് മനസ്സിലാക്കുക. സാഹചര്യം അനുസരിച്ച് നിങ്ങൾ ഇനി ആർക്കും ഇനി ഈ ഒരു പേഴ്സൺ വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഇനി ഈ ഒരു പേഴ്സൺ വേണം എന്നുള്ളവർ മാത്രം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കും. നിങ്ങളുടെ പേഴ്സണെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണം, നിങ്ങൾ ഒരുമിച്ച് ഒരു ജീവിതം വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസിന് മാത്രമേ വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ സ്നേഹമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ആ ഒരു വ്യക്തിയെ റിസീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാതെ ആഗ്രഹമുണ്ടെങ്കിൽ പോലും, ഇനി മനസ്സിൽ അവർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ചിലർക്ക് മനസ്സിൽ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ എങ്കിൽ പോലും പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവരനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ കൊണ്ടാണെങ്കിലും വരണ്ട എന്ന രീതിയിൽ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു മാനിഫെസ്റ്റേഷൻ സാധ്യമാവുകയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ എത്ര റീഡിങ് കണ്ടിട്ടും ഒരു കാര്യമില്ല. അതായത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ മനസ്സും കൂടി ശാന്തമാക്കി മനസ്സും കൂടി തുറന്നു വെക്കാനായിട്ട് ശ്രമിക്കുക.
എങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അതിന് പകരമായിട്ട് നമ്മളൊരു നെഗറ്റീവ് എനർജി കൊണ്ട് മൊത്തത്തിൽ നിറച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ മനസ്സെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് ആ ഒരു അവസ്ഥയിലാണെങ്കിലും ഇതിനൊന്നും ഒരു അവസരം, ഒരു ചാൻസ് ഉണ്ടാവില്ല. ഞാൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല, അവർ വരില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ആണ് നടക്കുക. കാരണം നമ്മുടെ മൈൻഡ് ആ ഒരു എനർജിക്ക് അത്രത്തോളം ഒരു പവർ ഉണ്ട്. നമ്മൾ തന്നെ ഒരു സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ശക്തിയെ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ആ ഒരു നെഗറ്റിവിറ്റിയിലേക്ക് തന്നെ അവർ പോയിക്കൊണ്ടിരിക്കും. സ്വയം ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നേടിയെടുക്കുന്ന ആളുകളുണ്ട്. ഞാൻ എന്തൊക്കെയോ ഇങ്ങനെ സ്വയം സൃഷ്ടിക്കുകയാണ്, എനിക്കൊരു കഷ്ടപ്പാടാണ്, അങ്ങനെ വിചാരിക്കും തോറും, അല്ലെങ്കിൽ എനിക്ക് വിഷമങ്ങളാണ് എന്ന് വിചാരിക്കും തോറും ആ ഒരു വിഷമങ്ങൾ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. നമുക്ക് ഇതിനകത്തുള്ള ഒരു ഇമേജസ് പോലും കാണാനായിട്ട് സാധിക്കും. ഈ ഒരു തരത്തിൽ നമ്മുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവിടെ ഉള്ളത് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ ഒപ്പം തന്നെയുണ്ട്. നമുക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്താഗതി വരുന്ന സമയങ്ങളിൽ നമ്മളത് പോസിറ്റിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു ഡിവൈൻ എനർജി ആയിട്ട് കൂടി നിൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ നമ്മൾ ഒരു നെഗറ്റീവ് നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും പോസിറ്റീവിലേക്ക് കയറി നിൽക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് മൈൻഡിലേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ. അപ്പോൾ ഇവിടെ എല്ലാ ആത്മാർത്ഥതയോടും കൂടി നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്മൂത്തായി പോകാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ആഗ്രഹം നമ്മുടെ ആ ഒരു സോള്, നമ്മുടെ മൈൻഡ്, നമ്മുടെ ആ ഒരു ബോഡി എല്ലാത്തിനും നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മൾ അത്രത്തോളം ഒരു പോസിറ്റീവായിട്ട് ഇരിക്കുക. അപ്പോഴാണ് നമ്മളിലേക്ക് പോസിറ്റീവ് ആകർഷിക്കപ്പെടുക. അപ്പോൾ അതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു മാനിഫെസ്റ്റേഷൻ വീഡിയോ കൂടിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ കുറച്ച് നമ്മൾ അങ്ങനത്തെ വീഡിയോകൾ ചെയ്തിട്ടുള്ളൂ, എങ്കിലും നമ്മളിപ്പോൾ അതാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആ ഒരു പാർട്ട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല, കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ച് ലെന്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്കിലും എത്ര പേർക്ക് അത് റെസിനേറ്റ് ആകും എന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് രണ്ടും ഈ ഒരു പേഴ്സൺ തന്നെയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഒരു സ്ട്രെങ്ത്, ശക്തി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇവർ കൂടെ ഉണ്ടെങ്കിൽ എന്തും ഒരു അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളൊരു സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ആയിരിക്കാം നിങ്ങൾക്കുള്ളത്. അത്രത്തോളം നിങ്ങളെ ഈ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കുണ്ടാവുന്ന ആ ഒരു വിഷമങ്ങളും ദൗർബല്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ചില ശക്തികൾ ചോർന്നു പോകുന്ന രീതികളും ഒക്കെ ഈ ഒരു പേഴ്സന്റെ മുന്നിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു പേഴ്സന്റെ എനർജി പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നോ കോണ്ടാക്റ്റിൽ നിന്ന ഒരു സമയമായിരിക്കാം ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് തിരിച്ചറിയലുകളുടെ കാലമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ ചിലർക്കെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാകാം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളത്. ചിലപ്പോൾ അവരുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോമൺ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ നിങ്ങൾക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാടൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ നേടിയെടുത്തിട്ടുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പം നിങ്ങളിൽ നിന്ന് മാറി നിന്ന ഒരു സമയത്ത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ബന്ധപ്പെട്ടിട്ടുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങൽ എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സ് നടന്നിട്ടുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കങ്ങളോ, അല്ലെങ്കിൽ ഇപ്പോൾ ബിസിനസ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിലുള്ള തകർച്ചകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ ഫാമിലിയിലായിരിക്കാം ഫൈനാൻഷ്യൽ പരമായ ബുദ്ധിമുട്ടുകളോ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത എല്ലാ പ്രശ്നത്തിനും ആ ഒരു സമയത്തൊക്കെ ഒപ്പം അതും കൂടി ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഈ ഒരു ഫിനാൻഷ്യൽ പരമായൊക്കെ നമ്മൾ തകർന്നു പോകുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു
ശരിക്കും ബാക്ക് ബോൺ എന്നൊക്കെ പറയുന്ന പോലെ അത് തകർന്നു പോകുന്ന, നട്ടെല്ല് തകർന്നു പോകുന്ന ഒരു കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഒരു നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം നമുക്ക് നഷ്ടപ്പെടും. നമുക്ക് ഉള്ളതിൽ പോലും ഒന്ന് ഫോക്കസ് ചെയ്ത് നിൽക്കാനായിട്ട് കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ആ ഒരു നമ്മുടെ ശ്രദ്ധയെല്ലാം പാടെ അതിലേക്കായി പോകും. അല്ലെങ്കിൽ നമ്മൾ തീർത്തും ഒരു നിരാശരായി പോകുന്ന മറ്റൊരു സംഭവമാണ് ഈ ഒരു സാമ്പത്തിക തകർച്ച എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് മാറി നിന്ന ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഏതോ തരത്തില് ഒരു പറ്റിക്കപ്പെട്ടു, കബളിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതൊരു സാമ്പത്തികപരമായിട്ടുള്ള മേഖലയിലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ഒരു മേഖലയിൽ ചിലപ്പോൾ ഇവരുടെ ഒരു വിശ്വാസം കണക്കിലെടുത്ത് അങ്ങനെ ഇവരുടെ ഒരു എന്താ പറയാ ഒരു വിശ്വാസം നേടിയെടുത്ത ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവരെ പറ്റിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തിക്ക് അത്രയും പോസിറ്റീവ് അല്ലാത്ത രീതിയിലുള്ള ഒരു മനോവിഷമം ഉണ്ടാകുന്ന മറ്റൊരു കാര്യം കൂടി ഇവരുടെ ഒരു ലൈഫിനകത്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് പോയൊരു സമയത്തും ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും അവരുടെ മറ്റേതോ ഒരു കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലെ മറ്റേതോ ഒരു മേഖലയിലേക്ക് കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഉണ്ടെങ്കിൽ കൂടിയും കൂടുതൽ ഒരു പ്രൈം ഫോക്കസ് എന്നുള്ള ഒരു നിലയ്ക്ക് ആ ഒരു നമ്മൾ പറഞ്ഞ ഫസ്റ്റ് നിൽക്കുന്ന ആ ഒരു സംഭവത്തിലേക്കാണ് അവരുടെ ഒരു ഫുൾ താല്പര്യവും അവർ കൊടുത്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും എന്തായിരുന്നു ആ ഒരു കാര്യം, നിങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു സംഭവം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് വന്നിരിക്കുന്ന ആ ഒരു സംഭവം എന്താണ് എന്നുള്ളത് നിങ്ങളിൽ കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. നിങ്ങളുടെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളതെങ്കിൽ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഒരിക്കലും നിങ്ങളെ കളഞ്ഞിട്ട് ഈ ഒരു വ്യക്തി അതിലേക്ക് പോകും എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും ഈ ഒരു പേഴ്സൺ ഒരുപാട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നിരിക്കാം. അതാണ് ഇപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണ് നിങ്ങളിപ്പോൾ ഉള്ളതെങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ലാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത്. പക്ഷെ അപ്പോഴും ആ ഒരു പേഴ്സൺ ഒരുപാട് ഒരു മനോവേദന അനുഭവിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരെ അങ്ങനെയായിരിക്കാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർ ഒരുപാട് ഒരു ടെൻഷൻ അടിച്ച് നടക്കുന്ന ഒരു സമയമായിരിക്കാം ആ ഒരു ടൈം. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആൾ യാതൊരു ആക്ഷനും എടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ആള് ആ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു റെസ്റ്റിൽ ആയിരുന്നില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടോ ഈ ഒരു പേഴ്സൺ യാതൊരു പ്രാധാന്യവും തരാതെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു മരവിച്ച അവസ്ഥയിലോ, അല്ലെങ്കിൽ ഇതിനകത്തൊരു മൂവ്മെന്റ് ഇല്ലാത്ത അവസ്ഥയിലോ ഒക്കെ പോയിട്ടുണ്ടാകുക ഈ ഒരു പേഴ്സൺ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ മാറിപ്പോയ ഒരു സമയത്ത് അവർ ഒരുപാട് ഹാപ്പി ആയിരുന്നു, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഒരുപാട് ഡിപ്രസ്ഡ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് ആൻസൈറ്റി അവർക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് വളരെ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ കടന്നുപോയത്. ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് അവർ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും മാറിപ്പോയതായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പും അവരുടെ അന്നത്തെ ആ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷനൊക്കെ കാരണമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് ചിലപ്പോൾ അവരുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ചിലപ്പോൾ അവരുടെ ഒരു ഫാമിലിയാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിഞ്ഞിട്ട് അതിനെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതിൽ ഒരു സാമ്പത്തികപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടായേക്കാവുന്ന സാഹചര്യം അവരുടെ ലൈഫിൽ ഉണ്ടായേക്കാം. അതായത് ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർട്ടീസോ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇവർക്ക് കിട്ടും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ റിലേഷൻഷിപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ കടന്നു വരികയും ഒക്കെ ഫാമിലിയൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയർ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും വിലമതിക്കുന്ന രണ്ട് കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, മറ്റേത് നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഏത് വേണം, ഇത് വേണോ അത് വേണോ, ചിലപ്പോൾ ഇതുണ്ടെങ്കിൽ അതുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നിലനിൽപ്പിന് വേണ്ടുന്ന ഒരു കാര്യമാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ മറ്റേത് നഷ്ടപ്പെടും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ ഒരു വ്യക്തിയുടെ ലൈഫിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവർ തീർച്ചയായിട്ടും നിങ്ങളെയല്ല തിരഞ്ഞെടുക്കുക, അവർ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന കാര്യം, അല്ലെങ്കിൽ അവർ ആ ഒരു ചോയ്സ് ആണ് എടുക്കുക, അല്ലെങ്കിൽ അവർ ആ ഒരു
കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിലേക്കാണ്. അവരുടെ എന്താ പറയുന്നത്, അവർ അതാണ് തിരഞ്ഞെടുത്തത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് ഒരുപാട് വിഷമം ഇവർ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അനുഭവിച്ചു, അല്ലെങ്കിൽ അത് അന്ന് ഒട്ടും സന്തോഷത്തോടു കൂടിയല്ല അവർ അതിലേക്ക് പോയതെങ്കിൽ പോലും അവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ മറ്റൊരു വഴി തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് കുറച്ചും കൂടി ഒരു മനസ്സമാധാനം അവർക്ക് തിരിച്ചു കിട്ടും. അവർ ഓൾറെഡി വിഷമത്തിലായിരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. അപ്പം അവർക്ക് ആ ഒരു സമാധാനവും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ഒരു മെയിൻ ചെയ്ത് നിലനിർത്തി പോകാനായിട്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവരത് ചെയ്തത്. പക്ഷെ ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു സമാധാനവും സന്തോഷവും ഇവർക്ക് കിട്ടിയില്ല എന്നുള്ളത് മാത്രമല്ല, അവര് മറ്റൊരാളിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ പറ്റിക്കപ്പെടുക കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അവർ വിഷമിച്ചു, ഒരു വല്ലാത്ത അവസ്ഥയിൽ അവർ പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു പേഴ്സൺ ഇതിനോടകം കടന്നുപോയി അവസ്ഥകൾ ഇതാണ്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന നിങ്ങളുടെ എനർജി പറയാന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുക ഇവര് ഒരു പ്രതിസന്ധി വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുക്കപ്പെടേണ്ട ഡിസിഷൻ എടുക്കേണ്ട ഒരു സമയം വന്ന സമയത്ത് എന്നെ എന്തുകൊണ്ട് ഒഴിവാക്കി. ചിലപ്പോൾ ഒരു കുറേ തവണ നിങ്ങൾ ഇതേക്കുറിച്ച് സംസാരത്തിനിടയിൽ നിങ്ങളായിരിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ കഴിഞ്ഞിട്ടേ മറ്റാർക്കും സ്ഥാനമുള്ളൂ എന്നൊക്കെ രീതിയിൽ സംസാരിച്ച വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്നൊക്കെ ഒരുപാട് വാക്ക് തന്നിട്ടുള്ള, അല്ലെങ്കിൽ വിശ്വസിപ്പിക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ മേ ബി ചിലപ്പോൾ ഇതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് വന്നപ്പോഴും അവർ നിങ്ങളെ തന്നെയായിരിക്കും ചൂസ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവസാനമായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഘട്ടം വന്നപ്പോൾ, അല്ലെങ്കിൽ ഒരു നിർണായക നിമിഷം വന്നപ്പോൾ നിങ്ങളെ കളഞ്ഞിട്ട് പോയി എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ച് അത്രയേറെ ആ ഒരു കുത്തി മുറിവേൽപ്പിക്കുന്ന തരത്തിൽ എന്നൊക്കെ പറയില്ലേ, അത്രയും നിങ്ങൾക്ക് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അത്രയേറെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു വ്യക്തിയെ പിണക്കാതിരിക്കാനായിരിക്കാം. അപ്പോൾ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യാതൊരു റിപ്ലൈയും തന്നിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കണ്ടതുപോലെ തന്നെ അവർ സൈലന്റ് ആയിട്ട് അനങ്ങാതെ ഇരുന്നു, പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാതെ, അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ അവർ ഒരു മൗനമായിട്ട് ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കാം ഈ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് തന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് അവർ പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അവര് മനസ്സുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും അവിടെ ചെന്നിട്ട് നടന്നിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ട് അവർക്ക് നടന്നു കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന കാര്യങ്ങളല്ല നമ്മളുടെ ഒരു ഫെയ്ത്ത് ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുന്ന വഴികളിലൂടെയല്ല നമ്മുടെ ഒരു ലൈഫ് പോകുന്നത്. നമ്മൾ കുറച്ചൊക്കെ നമ്മൾ വിചാരിച്ച പോലെയൊക്കെ നടക്കും, നമ്മുടെ ലൈഫ് പോകും. എല്ലാവർക്കും ഉള്ള ഒരു ധാരണയാണ് ആ ഒരു ലൈഫ് ഞാനാണ് തീരുമാനിക്കുന്നത് എന്നുള്ളത്. പക്ഷെ ആ ഒരു തീരുമാനം മാറാനായിട്ട് സെക്കൻഡുകൾ മാത്രം മതി. അപ്പോൾ എല്ലാം തീരുമാനിക്കുന്ന ആ ഒരു വിധി, അല്ലെങ്കിൽ ആ ഒരു ഡിവൈൻ എന്ന് പറയുന്നത് ഇവരുടെ ആഗ്രഹത്തിന് അനുസരിച്ചല്ല നടന്നത്. അവരുടെ ലൈഫ് കൊണ്ടുപോയത് അങ്ങനെയല്ല. അവരൊരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അടുത്ത് നിന്ന് പോയിട്ടും, അല്ലെങ്കിൽ മറ്റൊരു കാര്യം തിരഞ്ഞെടുത്തിട്ടും അവരവിടെ അങ്ങനെ എല്ലാം ശരിയായി ഓക്കെ ആയി എന്ന് നമ്മൾ പറയാനായിട്ട് നമുക്ക് പറ്റില്ല. വീണ്ടും ആ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്യുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇമോഷണൽ വൈസ് ആ ഒരു പേഴ്സൺ ഇപ്പോഴും ഒരുപാട് കരുതലുണ്ട്. നമുക്കിവിടെ കാണുന്ന ഒരു ഏസ് ഓഫ് കപ്സിന്റെ ഒക്കെ എനർജി പോലെ അത്രയും ഒരു സ്നേഹവും കാര്യങ്ങളും ഒക്കെ അവരുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതവർ പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരുടെ ഒരു ഇമോഷൻസ് അവർ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരിക്കില്ല അവരുള്ളത്. അപ്പോൾ എങ്കിൽ കൂടിയും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിന് വേണ്ടിയിട്ട് അവിടെ ശരിക്കും അവരുടെ മനസ്സിനോട് അവർ പോരാടുന്നുണ്ട്. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനിലാണോ, ചിലപ്പോൾ ഒരു സിറ്റുവേഷനോടായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തിയോടായിരിക്കാം തിരിച്ചു വരാനായിട്ട് ആ ഒരു പേഴ്സൺ മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അവർ സ്ട്രഗിൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ആ ഒരു കാർഡുകളിൽ, ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡുകളിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയും ഡീപ്പായിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അത്രയും മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇവർ. അതിനാലാണ് ഇവിടെ ഒരു
ഇമ്പോർട്ടൻസ് ആ ഒരു കാര്യത്തിന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇനി ഇവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു റീയൂണിയൻ കാർഡും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും ഒരു ഫെയറി ആയിട്ട് നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സണെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ ഒരു ശരിക്കും ഒരു നിങ്ങളുടെ അടുത്ത് നിന്ന് പോയപ്പോൾ അവർക്കൊരു തീരുമാനം എടുക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ അതാണ് ശരിയെന്ന് വിചാരിച്ച് അവർ പോയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ എല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റി എത്തിക്കഴിഞ്ഞ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ ലഭിക്കാനും അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ ഒരുപാട് ഒരു വിരഹം അനുഭവിക്കാനും അത്രയും ഒരു പെയിൻ അനുഭവിക്കേണ്ടുന്ന ഒരു സമയമായിരുന്നിരിക്കാം ആ ഒരു സമയം. അപ്പോൾ ഇതിലൂടെയൊക്കെ കടന്നു പോകേണ്ടത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിനകത്ത് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു പർപ്പസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ ഒന്നും കൂടി നിങ്ങളുടെ അടുത്ത് നിന്ന് പണ്ട് പോയപ്പോൾ അവർ എങ്ങനെയായിരുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സ്ട്രോങ് എനർജിയോട് കൂടി തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ എക്സാക്ട്ലി മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഇവരെ വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. വെൽക്കം എന്ന് പറയുന്നത് പോലെ നമ്മളത് തിരിച്ചു സ്വീകരിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വീണ്ടും എൻ്റെ ലൈഫിലേക്ക് കടന്നു വരട്ടെ, പരസ്പരം മനസ്സിലാക്കുന്ന, പരസ്പരം കണക്റ്റ് ആകുന്ന അത്രയും ഒരു ഡീപ്പ് സോൾസ് ആയിട്ട് ഞങ്ങൾക്ക് മാറാനായിട്ട് കഴിയട്ടെ, ആ ഒരു വ്യക്തിയെ ഞാൻ എന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കാണുക. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു ജോലിയിലൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കേൾക്കുന്നത് എങ്കിൽ കുറച്ചൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഇത് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് നിങ്ങൾ ശാന്തമായിട്ടിരുന്ന് ഈ ഒരു വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണാനും നിങ്ങളുടെ മനസ്സ് തുറന്ന് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വെൽക്കം ചെയ്യാനുമായിട്ട് നിങ്ങളുടെ ഒരു ഫ്രഷ്നെസ് വേണം. എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണം. ഇതൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ രീതിയിൽ ഈ ഒരു വീഡിയോ എടുക്കാനായിട്ടും ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവരുടെ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് എല്ലാ പോസിറ്റിവിറ്റിയോടും കൂടി അവരെ റിസീവ് ചെയ്യാനായിട്ട് ഒരുങ്ങിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങളിത് കംപ്ലീറ്റ്ലി കേൾക്കുക, മനസ്സ് ശാന്തമാക്കി വെക്കുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു എനർജി സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളിൽ എത്രത്തോളം റെസനേറ്റ് ആവുന്നുണ്ട് എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലൂസും കൂടി എടുത്ത് നോക്കാം. ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഫസ്റ്റ് ക്ലൂ നമുക്ക് വരുന്നത് മെയ് മന്ത് ആണ് നമുക്കിവിടെ ഫസ്റ്റ് ക്ലൂ ആയിട്ട് കിട്ടുന്നത്. സെക്കൻഡ് ക്ലൂ 1986 എന്ന് പറയുന്നൊരു വർഷമാണ്. അതുപോലെ കണ്ണൂർ ഡിസ്ട്രിക്റ്റ്, കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ആളുകളായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൊക്കെ എന്ന് വിചാരിക്കുന്നു. ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 4 നമുക്ക് കിട്ടുന്നു. 1996 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 3 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നു. നമ്പർ 38 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 23 ലെറ്റർ R. അതുപോലെ തന്നെ 1 വീക്സ് എന്ന് പറയുന്നൊരു പോസിബിലിറ്റി വരുന്നുണ്ട്. ഓഗസ്റ്റ് മന്ത് നമുക്കിവിടെ ഒരു ക്ലൂ കിട്ടുന്നുണ്ട്. 2005 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. 1991 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. നമ്പർ 12. അതുപോലെ ഫുട്ബോൾ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാകാമെന്ന് വിചാരിക്കുന്നു. ചൈൽഡിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. നമ്പർ 40 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 43 കിട്ടുന്നു. നമ്പർ 21 നമുക്ക് കിട്ടുന്നുണ്ട്. ഷോർട്ട് ഹെയർ എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെൽഫ് എംപ്ലോയ്, സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. 1987 എന്ന് പറയുന്ന വർഷം കിട്ടുന്നു. വീണ്ടും നമുക്ക് യു ക്യാൻ ട്രസ്റ്റ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ലോങ് ഹെയർ അതുപോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഒക്കെ ഹെയർ ലോങ് ഹെയർ ആയിരിക്കാം. ചാരിറ്റി എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 42 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 days എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ O നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 8 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്.